രാഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെയുള്ള ഒരു കമൻറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. കാര്യം അതിനോട് സാദൃശ്യമുള്ള എനിക്ക് തോന്നുന്നു ഒന്ന് കണ്ടതിന് ശേഷമായിരിക്കും ചിലപ്പം അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് പിന്നീട് ഉണ്ടായെന്ന് പറഞ്ഞു. അത് ഇങ്ങനെയാണ് ആ കമൻ്റ് എന്ന് പറഞ്ഞാൽ 5 കോടി രൂപയ്ക്ക് ലോകോത്തര ടെക്നീഷ്യന്മാരെ കൊണ്ടുവന്ന് സിനിമ എടുത്തിട്ട് 15 കോടി കളക്ട് ചെയ്ത് ഹിറ്റടിക്കുന്ന മെഗാസ്റ്റാറാണ് എൻ്റെ ഹീറോ എന്നും പറഞ്ഞിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിൽ തന്നെ നമുക്കറിയാം. അത് കാണുമ്പോൾ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മമ്മൂക്കയെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോസ്റ്റ് ഇടുന്ന ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞുകൂടാ, ഒരു ഫേസ്ബുക്കിൽ ചാനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ലോകോത്തര ടെക്നീഷ്യന്മാരെ വെറും 5 കോടിക്ക്, അതായത് മമ്മൂക്കയുടെ സിനിമയ്ക്ക് നിർമ്മാണ ചെലവാകുന്നെന്ന് പറയുന്നത് ഒന്നുകിൽ തെറ്റാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള കൊച്ചു ചിത്രങ്ങൾ മാത്രമാണ് മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്നോ ഒക്കെ പറഞ്ഞിട്ട് മമ്മൂക്കയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെയുള്ള ഒരു കമൻ്റായിട്ട് ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയുടെ സിനിമയുടെ നിർമ്മാണ ചെലവ് കുറയുന്നുവെങ്കിൽ അത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമയുടെയാണ്, അല്ലാതെ മറ്റൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂക്കയുടെ സിനിമയ്ക്ക് നിർമ്മാണ ചെലവ് കുറവാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാനിതുവരെ അങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല. കാര്യം ഇപ്പം മമ്മൂട്ടി കമ്പനി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കുറേ സിനിമകൾ നമുക്കറിയാം. അതിൻ്റെയൊക്കെ ഒരു നിർമ്മാണ ചെലവെന്ന് പറയുമ്പം അതിനകത്ത് മമ്മൂക്കയുടെ ഒരു പ്രതിഫലം കൂട്ടേണ്ടെന്ന് ആവശ്യമില്ല, അല്ലെങ്കിൽ മമ്മൂക്ക അത് അത്തരത്തിലുള്ള ഒരു പ്രതിഫലം മമ്മൂക്ക കൂട്ടാറില്ല. കാര്യം ഈ പറഞ്ഞ കണക്ക് ഒരു വലിയ ലാഭം കിട്ടുകയാണെങ്കിൽ മാത്രം മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഫലമായിട്ട് ചിലപ്പോൾ അതിനകത്തൊരു തുകയെടുക്കും. ഇല്ല എങ്കിൽ ആ മമ്മൂക്കയുടെ പ്രതിഫലം മമ്മൂക്കയ്ക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡ്യൂസർ മുടക്കുന്ന തുക മാത്രം തിരിച്ചു കിട്ടുന്ന വെച്ചാൽ മുടക്കുന്ന തുകയ്ക്ക് അനുസരിച്ചുള്ള ഒരു ലാഭം തിരിച്ചു കിട്ടിയാൽ മതി എന്നാണ് മമ്മൂക്കയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മമ്മൂക്കയുടെ സിനിമയുടെ നിർമ്മാണ ചെലവ് കുറഞ്ഞിരിക്കുന്നത്. ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ഇത് തന്നെയാണ് ബാധകമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉദാഹരണം ഇപ്പം ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ആശീർവാദം എന്ന് പറയുന്നത് ലാലേട്ടനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള സിനിമയ്ക്ക് ലാലേട്ടന് ഒരു പ്രതിഫലം ഉണ്ടാകുന്നില്ല എന്ന് നമുക്കറിയാം. പിന്നെ ഇത് ലാലേട്ടൻ ഒരു പ്രതിഫലം 15 കോടി 20 കോടി പ്രതിഫലം വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് അന്യഭാഷകളിൽ അദ്ദേഹത്തിന് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണെന്നും സാമാന്യ രീതിയിലുള്ള ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയണമെന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ മമ്മൂക്കയുടെ ഇത്തരത്തിലുള്ളൊരു സിനിമയുടെ നിർമ്മാണ ചെലവ് കുറയുന്നത് ഇന്ന സാഹചര്യത്തിലാണ്. പിന്നെ അത് മാത്രമല്ല, മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മമ്മൂക്കയായാലും ലാലേട്ടനായാലും നടന്മാർ അല്ലെങ്കിൽ നടന്മാരും ആയിട്ടാണെങ്കിലും താരങ്ങളായിട്ടാണെങ്കിലും അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അവരൊരു മികച്ച നടന്മാരാണെന്നും അല്ലെങ്കിൽ മികച്ച മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളാണെന്നും അവർ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതലൊന്നും അവർക്ക് തെളിയിക്കേണ്ടത്. അപ്പം മമ്മൂക്കയും ലാലേട്ടനും 2 രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ലാലേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലാലേട്ടൻ്റെ ഒരു ഇനിയും പുറത്തു വരാനുള്ള അല്ലെങ്കിൽ ഇനിയും അഭിനയിക്കാൻ സാധ്യതയുള്ള വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് പോകാതെ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്ന സിനിമകളിലേക്ക് ലാലേട്ടൻ പോകുന്നു. എന്നാൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മറ്റൊന്നാണ്. അതായത് ഇനിയിപ്പോൾ ഈ ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയങ്ങളൊന്നും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നിൽക്കണ്ട എന്നുള്ളതല്ല, അത്തരത്തിലുള്ള സിനിമകളെക്കാട്ടുപരി അദ്ദേഹത്തിന് ഒരു നടൻ എന്നുള്ള രീതിയിൽ കാലം അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തണം, അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആൾക്കാർ തിരിച്ചറിയത്തക്ക രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള, അതായത് വില്ലൻ വേഷമെങ്കിൽ വില്ലൻ വേഷം, നായക വേഷമെങ്കിൽ നായക വേഷം, വില്ലൻ വേഷത്തിനകത്തും നായക വേഷത്തിനകത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഏതൊക്കെ വേഷങ്ങൾ ചെയ്യാം അത്തരത്തിലുള്ള വേഷങ്ങളൊക്കെ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇപ്പം ലാലേട്ടൻ ചിന്തിക്കുന്ന കണക്ക് തന്നെ മമ്മൂക്കയ്ക്കും വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം മമ്മൂക്ക തന്നെ സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ ജിത്തു ജോസഫിനെ കൊണ്ട് തുടർച്ചയായിട്ടൊരു സിനിമ എടുക്കുന്ന കണക്കോ, അല്ലെങ്കിൽ ലാലേട്ടൻ ഏതെങ്കിലും ഒരു തുടർച്ചയായിട്ടൊരു ഡയറക്ടറെ കൊണ്ട് കുറേ സിനിമകൾ എടുപ്പിക്കുന്ന കണക്കോ മമ്മൂക്കയ്ക്ക് വേണമെങ്കിൽ മമ്മൂക്കയുടെ ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അൻവർ റഷീദിനെ പോലുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്. മമ്മൂക്ക ഇപ്പം അൻവർ റഷീദിൻ്റെ അടുത്തൊരു സിനിമ എടുക്കണം, എനിക്കൊരു വലിയ രാജമാണിക്യം പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ ബോക്സ് ഓഫീസിൽ തിളങ്ങാൻ സാധ്യതയുള്ള ഒരു സിനിമ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അൻവർ റഷീദ് അത്തരത്തിലുള്ള ഒരു കഥയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിക്കുകയും അത്തരത്തിലുള്ള ഒരു സിനിമ അൻവർ റഷീദിന് ഒരുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ മമ്മൂക്കയുടെ ഫോൺ കോളിന് കാത്തിരിക്കുന്ന മലയാള സിനിമയിലെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള, അതായത് ബോക്സ് ഓഫീസിൽ ഇനിയും വലിയ വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധായകരുണ്ടാവും. പക്ഷേ മമ്മൂക്ക ഒരിക്കലും അത്തരത്തിലുള്ളൊരു സംവിധായകരിലേക്ക് പോകാതെ പുതിയതായിട്ട് വരുന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ എടുത്തുകൊണ്ട് ഇൻഡസ്ട്രിയിൽ തുടരുന്ന ആൾക്കാർ അവരുടെ സിനിമകളിലേക്ക് വരണം, അവരുടെ സിനിമകളിനകത്ത് അഭിനയിക്കണം, അവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ട്, അല്ലെങ്കിൽ മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. നായക വേഷത്തിൽ മാത്രം നമ്മൾ കണ്ട് ശീലിച്ച മമ്മൂക്കയെ ഒരു വില്ലനായി കഴിഞ്ഞാൽ, വില്ലൻ കഥാപാത്രങ്ങളെ കെട്ടിക്കഴിഞ്ഞാൽ, വില്ലൻ വേഷങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു അഭിനയം കൂടെ കാലം ഓർക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകൻ തിരിച്ചറിയണം എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ചിന്ത. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് വില്ലനായിട്ട് അഭിനയിക്കണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ആഗ്രഹമല്ല. കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു ഭയമൊന്നുമില്ല. ഇപ്പോൾ ഒരു വില്ലൻ വേഷം അഭിനയിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നായക രൂപം അല്ലെങ്കിൽ നായക സങ്കല്പങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നോ, പ്രേക്ഷകൻ അത്തരത്തിലുള്ള ചിന്തയിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹത്തിന് ഒരു വില്ലനായിട്ട് കാണുമെന്നൊന്നും മമ്മൂക്ക ധരിക്കുന്നില്ല. കാര്യം കുറേ കാലത്തിന് മുമ്പ് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് 2020 എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിക്കുന്ന ഒരു ഘട്ടത്തിൽ മമ്മൂക്ക തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു CBK തോമസ്, ഉദയകൃഷ്ണനോ ആരോ ഒരാൾ ദിലീപിനോട് ചെന്ന് മമ്മൂക്കയ്ക്ക് ഇതിനകത്തൊരു വില്ലൻ വേഷം ചെയ്യണമെന്ന് പറഞ്ഞപ്പം പോയി വല്ല ജോലി ഉണ്ടെങ്കിൽ നോക്ക് എന്ന് വന്നു പറഞ്ഞ ആളോടെ ദിലീപ് തമാശ രൂപേണ പറഞ്ഞെന്ന് ദിലീപ് തന്നെ പിന്നീട് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. കാര്യം അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇമേജുകളൊന്നും അദ്ദേഹം ഭയക്കുന്നില്ല. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് നായക വേഷം നഷ്ടപ്പെട്ടു പോയിട്ട് താനായിട്ട് വില്ലനായിട്ട് ഒതുക്കപ്പെടുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തയൊന്നുമില്ല. കാര്യം ഇന്ന് മലയാള സിനിമയിലെ മമ്മൂക്ക മുതൽ ഇന്നലെ വന്ന ഒരു താരത്തിനെ വരെ എടുത്തു കഴിഞ്ഞാൽ, ആ രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരെയൊക്കെക്കാട്ടിലും മുമ്പേ നായക നിരയിലേക്ക് എത്തിയതും ഇവരെയൊക്കെക്കാട്ടിലും മുമ്പേ സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തിയതും മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറും മലയാള സിനിമയിലെ ആദ്യത്തെ മെഗാസ്റ്റാറും ഒക്കെയാണ് മമ്മൂക്ക. മമ്മൂക്കയ്ക്ക് ശേഷം വന്ന് താരസിംഹാസനത്തിലേക്ക് കയറിയിരുന്നവരാണ് പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാവരെയും. ആരെയും വില കുറച്ച് കാണുകയല്ല. ലാലേട്ടനാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും അങ്ങനെ നമ്മൾ ആരെയും എടുത്താലും ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഫഹദ് ഫാസിലും ടൊവിനോ തോമസിനെയും ഒക്കെ പോലുള്ള ആൾക്കാരെ നമ്മൾ എടുത്താൽ പോലും അവരൊക്കെ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സ്റ്റാർഡവും അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാർഡോ അല്ലെങ്കിൽ ഒരു മെഗാ സ്റ്റാർ എന്നുള്ള രീതിയിലുള്ള പദവികളൊക്കെ ഒരുപാട് ആസ്വദിച്ചതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള ഒരു സിംഹാസനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വഴിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരും നടന്നു കയറിക്കൊണ്ടിരിക്കുന്നവരുമാണ് ഇന്നത്തെ ഒട്ടുമിക്ക ആൾക്കാർ. അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതൊന്നും ഒരു ഭയവും ഇല്ല അത്തരത്തിലുള്ള കാര്യത്തിൽ. അതുകൊണ്ടാണ് ഒരുപക്ഷെ ചിലപ്പോൾ കൊച്ചു ചിത്രങ്ങളുമായിട്ട് ചെറിയ നിർമ്മാണ ചെലവിലുള്ള സിനിമകളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള സിനിമകളെ സ്വീകരിക്കാനും ഇഷ്ടപ്പെടാനും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ തീർത്തും സന്തോഷവാന്മാരാണ്. അവരത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ പ്രമേയുഗം പോലെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന കളങ്കാവല് പോലുള്ള മമ്മൂക്കയുടെ വില്ലൻ കഥാപാത്രങ്ങളെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ മമ്മൂക്കയ്ക്കുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ കണക്ക് കളങ്കാവൽ ഒരു മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ്. അതുകൊണ്ട് കളങ്കാവലിൻ്റെ നിർമ്മാണ ചെലവ് എന്താണ് കുറഞ്ഞത്, ഇത്രേ ആയുള്ളൂ എന്ന് ചോദിച്ചാൽ മമ്മൂക്കയുടെ പ്രതിഫലം അതിനകത്തുനിന്ന് എഴുതിയെടുത്തിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമയിൽ നിന്ന് മമ്മൂക്കയുടെ ഒരു പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടായിരിക്കും ആ സിനിമയ്ക്ക് നിർമ്മാണ ചെലവ് കുറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം നമുക്കിപ്പോൾ ഒരു ബ്രഹ്മയുഗം എടുക്കുമ്പോഴോ ഒരു ബസ്സൊക്കെ എടുക്കുമ്പോഴോ അത് ബാധകമല്ല. അത് പുറത്തുള്ള നിർമ്മാതാക്കളാണ് അത്തരത്തിലുള്ള ഒരു സിനിമയിലേക്ക് എടുക്കുന്നത്. അപ്പം ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ നല്ല സിനിമകൾ വരട്ടെ. ലാലേട്ടനും ഈ പറഞ്ഞ കണക്ക് ഈ വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളുടെ പുറകെ പോകുന്നതിനോടൊപ്പം അദ്ദേഹവും മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളിലേക്ക് വന്ന് ലാലേട്ടൻ്റെ അഭിനയം കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെയ്യാനുള്ള മനസ്സും കഴിവും ലാലേട്ടൻ ഉണ്ട് എന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹവും വരട്ടെ. അങ്ങനെ നല്ല സിനിമകൾ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഭാഷക്കാർ ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള നല്ല സിനിമകൾ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ. ഒപ്പം ലാലേട്ടനെ പോലെ തന്നെ മമ്മൂക്കയും വലിയ വിജയങ്ങളിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളാവുന്ന രീതിയിലുള്ള സിനിമയിലേക്ക് ലാലേട്ടനെ പോലെ മമ്മൂക്കയെ എത്തട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു.